Hey guys, welcome back. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെ വ്ളോഗും മഴയിലാണ് അവസാനിച്ചത്. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മഴയിലാണ്. നമ്മളിപ്പോ ഉള്ളത് കാലിക്കറ്റിലാണ്. കാലിക്കറ്റിലെ ബീച്ചിന് അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലാണ്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. സ്റ്റേ കാര്യങ്ങളൊക്കെ കാലിക്കറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരുന്നു. അപ്പൊ നമ്മള് മോർണിംഗിൽ എണീറ്റിട്ട് ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചില്ല. കാരണം ഇന്നലെ നമ്മൾ മോർണിംഗിൽ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഇന്നലെ ലഞ്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് വ്ളോഗിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഇന്ന് നമ്മള് കുശാലായിട്ടൊരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മഴയാണ്. ഞാനിപ്പോ സിനിമാറ്റിക് മൂഡിൽ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് മഴയൊന്നും കാണാത്തത്. ഇന്നലത്തെ മഴയൊക്കെ കൊണ്ട് ഏകദേശം എന്റെ സൗണ്ടും എന്റെ ചെവിയൊക്കെ അടഞ്ഞായിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു ദിവസം ഫുള്ള് കാലിക്കറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അധികം ആൾക്കാർക്കും ഓർമ്മ വരുന്നത് ബീച്ചും ഫുഡും കല്ലുമക്കായൊക്കെയാണ്. നമുക്ക് ഫുഡിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലഞ്ച് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാലിക്കറ്റ് ബീച്ചിന് അടുത്തുള്ള ഷാപ്പ് റെസ്റ്റോറന്റിലാണ്. ഫാമിലി റെസ്റ്റോറന്റ് ആണ്. നല്ല ഫുഡാണ് ഇവിടുത്തത്. ഇതിന് മുമ്പ് പലവട്ടം നമ്മൾ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാന്നുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നു. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് കഴിക്കാനാണ്. അപ്പൊ നമുക്ക് നേരെ കഴിക്കാം. അപ്പോഴത്തെ നല്ല വണ്ടിയുടെ ബഹളം കാരണം ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതിലോട്ട് പോകാം. അതിനുശേഷം ബാക്കിയുള്ള വിശേഷം നമുക്ക് വഴിയെ കാണാം. ഇതിന്റെ മുകളിൽ നമുക്ക് കയറുന്ന സമയത്ത് ഇവിടെ ലൈവായിട്ടൊക്കെ ഇങ്ങനെ ഫിഷ് ഇരിപ്പുണ്ടാവും. നമുക്കൊന്ന് ചൂസ് ചെയ്തിട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈ പറഞ്ഞ തവയോ അതുപോലെ ഗ്രില്ല് ചെയ്യത്തില്ല, തവയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഉമ്മ ഉണ്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ സാധനം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ടായിരുന്നു. നീ ഭയങ്കര കറുത്തിട്ടിരിക്കുന്നടാ. നീ കറുത്തിരിക്കുന്ന നീ അടുത്തിരിക്കണോണ്ട, നീ അപ്പുറത്ത്. അത് എന്നൊക്കെ അറിയത്തില്ല. ക്യാമറ എപ്പോഴും കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഫേസിനെ ഫോക്കസ് ചെയ്യും. എന്നിട്ട് ബാക്കി എല്ലാത്തിനും പിന്നെ നീ എടുത്തോ. ഞാൻ എടുത്താലും അങ്ങനെ തന്നെയാ. ശരിയാണ്. ഞാൻ അങ്ങോട്ട് ഫോൺ വെച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇതായി. ഞാൻ ഇനിയിപ്പോ ഇങ്ങനെ വെട്ടടിക്കണം എന്റെ ഫോൺ. നീ കുഴപ്പമില്ല കേട്ടാ. നിങ്ങൾ വേണം. സെർവ് ചെയ്തോളാം. ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് വരുമ്പോഴത്തേക്ക് ഓർഡർ ചെയ്തൊരു സ്റ്റാർട്ടറാണ് കേട്ടോ, പ്രോൺസിന്റെ. ഇത് വന്നിട്ട് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് എന്തൊക്കെ ആക്കി എടുക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഫൈനലി ഇവരിത് ഇങ്ങനെ എല്ലാം സെർവ് ചെയ്തതിനു ശേഷം അതിന്റെ മണ്ടയിൽ കൂടെ തേങ്ങാപ്പാലൊക്കെ വീണ്ടും ഒഴിക്കും. അപ്പൊ നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഒക്കെയാണ് വരുന്നത്. അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് പറയാണ്ടിരിക്കാൻ വയ്യ. ഭയങ്കര ഒരു കൊഴുവൊഴുത്ത ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങാപ്പാലിന്റെ ഒക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാധനം. ഇത് കഴിച്ചതിന് ശേഷം പിന്നെ വന്നിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ഉമ്മ നേരത്തെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫിഷിൽ അത് ഗ്രില്ല് തവയൊക്കെ ചെയ്ത് തവ ഫ്രൈ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ മീൽസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചട്ടിച്ചോറെന്നൊക്കെ പറയാം. അപ്പൊ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ ചോറും മീൻകറിയും ഒക്കെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൈരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പരിപ്പും പയറും പാവയ്ക്ക തോരനും ചമ്മന്തിയും അച്ചാറും പപ്പടവും പിന്നെ ഒരു ചെറിയൊരു ഉണക്കമീനും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് ഉണ്ടായിരുന്നില്ല തവ ഫ്രൈ ആക്കിയിട്ടുള്ള, അതിന്റെ മുകളിൽ കൂടെ എന്തൊരു വൈറ്റ് സോസ് ഒക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു തീയൊക്കെ കത്തിച്ചിട്ട് കളി തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ ഒക്കെ കത്തിപ്പോകുന്നു. ആദ്യം ചെറിയ രീതിയിലായിരുന്നു ഫ്ലെയിം ഉണ്ടായിരുന്നത്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ കത്തുന്നുണ്ടായിരുന്നു. അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത് ഫോൺ വെക്കാത്തോണ്ട് എന്തോ നന്നായി എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും തീ കത്തുന്നുണ്ടായിരുന്നു. ഇനി കത്തിച്ചതിന് ശേഷമുള്ള ടേസ്റ്റ് എന്താണെന്നുള്ള കഴിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. എന്തായാലും ഉച്ചയ്ക്ക് ചോറ് പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു സമയത്ത് ഇത്രയും നല്ല ചോറ് നമ്മൾ മിസ് ചെയ്തിട്ട് വേറെ എന്ത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത്ര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളത്. ബാക്കി ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ പേരും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ബിക്കോസ് ഇവിടുത്തെ എല്ലാം വെറൈറ്റി ആണ്. അതിൽപ്പെട്ടൊരു സാധനമാണ് ഇത്. ഇപ്പോഴും എനിക്ക് ഇതിന്റെ പേര് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കഴിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഓർഡർ ചെയ്തത്. എന്തൊക്കെയായാലും ചേർക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അടിയിൽ നമ്മൾ ഈ ഒരു ചുമന്ന നിറത്തിൽ കാണുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ശരിക്കും ഒരു അടുപ്പാണ്, അത് കത്തിക്കാണെന്ന് കേട്ടോ. പക്ഷെ ഈ കുഞ്ഞു ഉരുളിക്കകത്ത് പഴവും അതുപോലെ തന്നെ ശർക്കരയും പപ്പടവും പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രഥമനോ അങ്ങനെ എന്തോ പോലത്തെ ഒരു സാധനം ഉണ്ട് തോന്നുന്നു കേട്ടോ. പഴമാണോ എന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്തുനിന്ന് ക്രീം പോലത്തെ ഒരു സാധനം, തേങ്ങാപ്പാലാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്കാണോ എന്ന് അറിയത്തില്ല. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ച് പരത്തിയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പാലട പ്രഥമൻ പോലെ ആക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ അവർ സെർവ് ചെയ്യുന്നത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തണുപ്പും പിന്നെ നല്ല മധുരവും. ഒരു സാധനം ഇത് കാണുന്നത് പോലെയൊന്നും അല്ല കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി ആണ്. പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു 3-4 പേർക്കൊക്കെ കഴിക്കട്ടെ. അല്ലാതെ ഒരാൾക്കൊന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും നല്ല പിടിപ്പിക്കുന്ന മധുരമാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് എന്താ, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ബില്ല് കൊടുക്കണം. അപ്പോൾ ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും റേറ്റ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ബില്ല് വന്നിട്ടുള്ള ഏകദേശം ഒരു 3000 രൂപ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഒരു അഫോർഡബിൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ഫുഡിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു അവറേജ് നോക്കുന്ന ആൾക്കാരുടെ ഇങ്ങോട്ട് കയറണ്ട. നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ വരുന്ന സമയത്ത് കാണുന്ന കുറച്ച് നോട്ട്സ് ഒക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ കഴിച്ചിട്ട് പോയ ആൾക്കാരുടെ കുറച്ച് റിവ്യൂസും അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഫണ്ണി തോട്ട്സ് ഒക്കെയാണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുണ്ടാവുന്നത്. ഫുഡിനെ കുറിച്ചുണ്ട്. ചില ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും സ്പെഷ്യലായിട്ട് കണ്ടപ്പോൾ ഒന്ന് കാണിക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തളർന്ന് ഹൈലൈറ്റ് മാളിലോട്ട് തിരിച്ചിരിക്കുകയാണ്. ബിക്കോസ് മഴയായതുകൊണ്ട് വേറെ എവിടേക്കും നമുക്ക് പോകാനുള്ള മാർഗം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുട്ടിയും കുറച്ച് നേരെ മാളിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അടുത്ത ലക്ഷ്യം ഇന്നത്തെ ഒരു പടം കാണുക എന്നുള്ളതാണ്. നമ്മള് ഇതുവരെയ്ക്കും പുലി മുഖ
മൂവി കണ്ടില്ല. അപ്പൊ എന്റെ ആങ്ങളവർക്കൊക്കെ ആ പടം കാണണം എന്ന് പറയുന്നുണ്ട്. എപ്പോഴാ ഷോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം ആ പടം കാണാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന്. എന്നിട്ട് നമുക്ക് ആ മൂവി കാണാം. കാരണം നമ്മള് ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല, തിരിച്ചു പോവേണ്ടത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് മൂവിയൊക്കെ കണ്ട് പതിയെ സമയമൊക്കെ ചെലവഴിക്കണം, അല്ലാതെ വേറെ മാറിക്കില്ല. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഈ ഒഴിഞ്ഞ ഏരിയയിൽ വേറെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കാണുന്നുണ്ട്. ആങ്ങൾക്ക് ഭയങ്കര കംപ്ലൈന്റ്. നമ്മള് മാളിനകത്തോട്ട് കയറുവാണ്. മൂവിക്ക് ടിക്കറ്റ് ഇട്ട് നോക്കാം. പക്ഷെ നമുക്ക് തീരുമാനിക്കാം മൂവിക്ക് കയറണോ വേറെ എന്തെങ്കിലും പ്ലാൻ സെറ്റ് ആക്കണോ എന്നുള്ള. എന്തുവാ ചോദിച്ചത്? ഒരു തണുത്ത വെള്ളം എടുത്തെടുത്തിന്. എനിക്കിത് മതി. സോ മൂവി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന് കയറുമ്പോൾ 3 മണിയാണ്. പക്ഷെ 3 മണിയുടെ ടിക്കറ്റ് കിട്ടിയില്ല. 4:30 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് 1.5 മണിക്കൂർ സമയം കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് എല്ലാം ചെയ്ത് തളർന്നപ്പോഴത്തേക്കും ഇത് ഷെയ്ക്ക് ആണോ ജ്യൂസ് ആണോ എന്നൊന്നും പറയാറില്ല, കസ്റ്റേർഡാന്ന് പറഞ്ഞവർ തന്നിട്ടുണ്ട് ഒരു ഷോപ്പിൽ നിന്ന്. എന്റെ മദർശ്രീ ആങ്ങളെയൊക്കെ എന്തോ വാങ്ങിച്ച് ഇതെന്നെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. എപ്പടി ഇറക്ക് മമ്മി കലക്കുന്നതേ ഉള്ളൂ. മമ്മിയുടെ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ചോദിക്കണ്ട. ഉമ്മാക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ സങ്കടത്തിലാണ്. പിന്നെ എന്റെ ഇനി ഒരു ബ്രദർ ഇല്ലേ, അത് ഓൾറെഡി കൂലി മൂവി കണ്ടു പറഞ്ഞു, അതുകൊണ്ട് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ അടിച്ചു വെളിയിലാക്കി. നിന്നോ ഒരു പൊക്കോന്ന് പറഞ്ഞ് ഞങ്ങൾ അടിച്ചു വെളി കളഞ്ഞിട്ടുണ്ട്. എയർപോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കിംഗ് ഒക്കെ ഇത്രയും കർശനമാക്കിയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ തിയേറ്ററുകളാണ് കേട്ടോ. നമ്മള് ബാഗിനകത്ത് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എടുത്ത് കളയാണ് ഇവരുടെ മെയിൻ പണി. അല്ലാതെ ചെക്കിങ്ങിൽ വേറെ ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് ഇവർ വെക്കുന്ന സാധനങ്ങളൊക്കെ ചിലവായി പോവണ്ടേ, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ പിടിച്ചു പറിക്കുന്നത്. അങ്ങനെ ഞാനും ഉമ്മയും മൂത്ത ബ്രദറും കൂടെ മൂവി തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ രജനിയുടെ 2ാമത്തെ മൂവിയാണ് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്. ഫസ്റ്റ് എനിക്കൊന്നും ജില്ലറാണെന്ന് തോന്നുന്നു. അതിനുശേഷം കാണുന്ന മൂവി ഇതാണ്. ഈ മൂവിയുടെ ഒരു സീന് പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിനു മുമ്പ് റിവ്യൂ പോലും ഒന്നും കാണാൻ നിൽക്കാണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ നമുക്കതുകൊണ്ട് നല്ല മൂവിയായിരുന്നു. പിന്നെ ഈ ഒരു ഡാൻസിന്റെ കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ. ഞങ്ങള് ഒരു കുടുംബമായിട്ട് വന്നെന്നുണ്ടെങ്കിൽ 2 പടത്തിനാണ് കയറിയത്. പ്രേക്ഷകരോട് നമുക്ക് പടത്തിന്റെ അഭിപ്രായം ചോദിക്കാം. ഏത് പടത്തിനാണ് പോയത്? ഞാൻ മറ്റേ സുവാൻസോ എങ്ങനെയുണ്ട്? സുവാൻസോ ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ഒരു റിവ്യൂ ഇട്ടു. അവൻ ആദ്യം പോയി പിടിക്കട്ടെ. പന്ന പടം വെറും. അയ്യോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. രക്ഷപ്പെട്ട് നമ്മള് ഇന്റർവെല്ലിൽ ഇറങ്ങിയതാ. നമ്മളിവിടെ മൂവി ഫുള്ള് കണ്ടിട്ടതാ. കരഞ്ഞ് തളർന്നിട്ട് ഇറങ്ങിയതാന്ന്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറെ കരഞ്ഞു. ഇടയ്ക്ക് കുറെ സെൻസിറ്റീവ് സീൻ അതൊക്കെ കണ്ട് ഞാൻ കരഞ്ഞു. എനിക്ക് അങ്ങനത്തെ സീനെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. നല്ല പടമായിരുന്നു, നല്ല മൂവിയായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന നല്ല മൂവിയാണ്. സൗബിന്റെ അഭിനയം ഒന്നും പറയാനേ വയ്യ. അത്രയ്ക്കും നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി അഭിനയമായിരുന്നു. സൂപ്പറായിരുന്നു. നമ്മളെ വെള്ളവും ചിപ്സൊക്കെ ഇവര് പിടിച്ചു വെച്ചോണ്ട് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ലായിരുന്നു. 200 ml 50 rupees ചോദിച്ചപ്പോ എന്റെ ഉമ്മ പറഞ്ഞ് വാങ്ങിക്കണ്ട. അതുകൊണ്ട് ഞങ്ങള് വെള്ളം വാങ്ങിച്ചില്ല. ഇത്ര നേരം തൊണ്ട വരണ്ട് ഒട്ടിക്കുകയായിരുന്നു. നമുക്ക് വീണ്ടും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് കറങ്ങാം ഇവിടെ. അതല്ലാന്നുണ്ടെങ്കിൽ നേരെ ബീച്ചിലോട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവാം. ബീച്ചിലെത്തിയപ്പോൾ നമ്മളുടെ അവസ്ഥ കാണും, ഫുള്ള് മഴ. നമ്മൾ വന്നതിന് ശേഷം മഴ പെയ്യാൻ തുടങ്ങിയത്. ഞാനിതല്ല ഉദ്ദേശിച്ചത്. ഞാൻ നല്ല കട്ടിക്ക് കല്ലുമ്മക്കായി ഉണ്ടാവും വിചാരിച്ചു. ബട്ട് ഓൺലി മാവ്. കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ടാവും. സൺഡേ ആയിട്ടും അധികം ആൾക്കാരൊന്നുമില്ല. എല്ലാം കുട്ടിയും പച്ച ഹൈലൈറ്റ് മാളിലായിരുന്നു. ഇവിടെ ഒരുപാട് കടകൾ ഉണ്ടെങ്കിലും ആളുകൾ വളരെ കുറവാണ്. സ്റ്റിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 തന്നോ? കൂന്തല് നിറച്ചിട്ടില്ലേ? 140. ഉമ്മ ഡയലോഗ് കേൾക്കണം. ഗർഭിണിയായിട്ട് മാസം കഴിഞ്ഞിരിക്കുന്നുണ്ട്, ആശയായിട്ട് വാച്ച് കഴിക്കാന്. ഗർഭിണികളതല്ല അമ്മ, നമുക്ക് കൊതി വരൂലേ? ഇതിപ്പോ എവിടെ വെക്കും? എന്റെ കൈ തന്നെ ഞാൻ എങ്ങനെ കഴിക്കും? ഓ ശരിയാ, മഴ ഏതെങ്കിലും മതിയായിരുന്നു. ഫുള്ള് കഴിക്കണ്ട, മസാലയൊക്കെ ഇതെങ്ങനെ കട്ടാക്കും? കൈ വെച്ച് കട്ടാക്ക്. അവന്റെ കൂടെ ഞാൻ കട്ട് ചെയ്ത് തരാം. ഞാൻ 2 മുറിക്കുമെന്ന്. അതെങ്ങനെ ശരിയാവും? ഉമ്മക്ക് ഇപ്പൊ ചെറുതായിട്ട് കൊതി വരുന്നുണ്ടോ? കൈ മാറ്റി ശബി. ഇതെന്ത് വരാത്ത? സോറി, ഇനി എനിക്ക് കാത്തിക്കാൻ വയ്യ. ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടോ?
കൂടുതലാത്തോണ്ട് പോണം. സംഭവം ഞങ്ങളൊക്കെ സഹോദരങ്ങളാണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം. എന്റെ തലതാ എടുത്തോണ്ട് പോകും. യോ പേപ്പർ ഉണ്ടോ? പേപ്പർ മൈ ഗോഡ്. നമ്മളെ കോലുള്ളി ഇതിൽ കാണാമല്ലോ. നോക്കിക്കേ ഞെക്കാണ്. ഞാൻ വിചാരിച്ചു നോക്കിക്കേ ഞാൻ ഓടി ഒന്ന് നോക്കൂ. ഇപ്പടി പോ. ഇത് ഉള്ളപ്പോ തന്നെ കൊള്ളാം. ഇതെന്റെ വേണ്ട എന്ന് പറഞ്ഞേ എന്നിട്ട് ഇപ്പൊ ഇത് ഉണ്ടെങ്കിലേ കൊള്ളാന്ന്. ഈ ബീച്ചിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കടകളിൽ കാണുന്നത് ഈ ഒരു ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പല്ലിക്ലിയായിട്ട് വരും, എനിക്ക് കഴിക്കാനേ പറ്റത്തില്ല കേട്ടോ. ഇന്നേ വരയ്ക്ക് എനിക്ക് ഈ ആപ്പിളിന് ഇത് ആപ്പിളാണ്, സോറി, ഞാൻ പറഞ്ഞത് ഈ മാങ്ങ, ഈ നെല്ലിക്ക, ഇങ്ങനത്തെ സാധനങ്ങളോട് എനിക്ക് വലിയ കൊതി തോന്നിയിട്ടില്ല. കാരണം എനിക്ക് എന്ത് കഴിച്ചാലും പെട്ടെന്ന് പല്ലിങ്ങനെ ഭയങ്കര ഡിക്ലി ആകാറുണ്ട്. എനിക്കൂടെ ഭയങ്കര സെൻസിറ്റീവ് ടൂത്താണെന്ന് തോന്നുന്നു എൻ്റെത്. ഇപ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ മാങ്ങയും തേങ്ങയും ഒക്കെ എല്ലാം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഉണ്ട്, കോണൊക്കെ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴാട്ടോ ഇത് കാണുന്നുണ്ടായിരുന്നത്. പിന്നെ മെയിൻ ഈ സൈഡിൽ കൂടെ ഞാൻ വരുന്നത് എന്തിനാണ്, ഐസ് ചെരണ്ടിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഐസ് ചെരണ്ടി കഴിക്കാൻ ഇവിടെ നിന്ന് ഞാൻ പോവാറില്ല കേട്ടോ. ഉമ്മാനെ ഞാൻ ഇതങ്ങ് കൊതി കാണിച്ച് വെച്ചിരിക്കണം. ഇപ്പൊ ഉമ്മക്ക് ഇത് ഇല്ലാണ്ട് പറ്റത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഉമ്മക്ക് നോർമലി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോഴത്തേക്ക് ഉമ്മ പറയുന്നത് വെറും ഐസ് മാത്രമാണ്. ഉമ്മക്ക് ശരിക്കും ഐസ് ചെരണ്ടി എന്താണെന്ന് വെച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഉമ്മയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഐസ് കൂടി പോയി എന്നാണ്. ഇതിനകത്ത് കണ്ട ഈ സാധനങ്ങളാണ് ശരിക്കും കഴിക്കാനുള്ള ഐസൊക്കെ ഇവർ കൂടുതൽ ഇട്ടുന്ന ഉമ്മയുടെ വിചാരം. പാവം ഇത് ഈ ഐസ് ചെരണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഐസിന് ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് അതിന്റെ മണ്ടയിൽ കൂടെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുന്നതല്ലേ. പിന്നെ എന്റെ ആങ്ങളയ്ക്ക് ഈ സാധനം അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ലൈം സോഡയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുള്ളി വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ ഞാനും ഉമ്മയൊക്കെ കേട്ടോ അത് കുടിച്ചത്. പിന്നെ ഐസ് ചെരണ്ടിയിൽ ഇത് കഴിക്കിട്ടേ പാടത്തിന് കഴിക്കുന്നത്. എന്റെ കടലൊക്കെ തണുത്തു കേട്ടോ. അങ്ങനെ ബീച്ചിൽ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് തിരമാല എണ്ണാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു കാലത്തേക്ക് ഞാൻ ഇവിടെ വന്നിട്ട് തിരമാല എണ്ണ ഇങ്ങനെ നിൽക്കലായിരുന്നു. അതൊക്കെ എന്തിനായിരുന്നു എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. പക്ഷെ എന്തോ എനിക്ക് കോഴിക്കോട് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഫാമിലിയൊക്കെ ഒരുമിക്കുന്ന സമയത്ത് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ട്രിവാൻഡ്രത്തെ കടലും കായലൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ലാട്ടെ, കോഴിക്കോട് വന്നിട്ടുള്ള ഈ കടലിന് തിരയേണ്ടി നിൽക്കുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്. അത് ആ സുഖം അറിഞ്ഞവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ശരി എന്നാ ഗൈസ്, ബൈ.